കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം എന്ന് ഭഗവത്ഗീത നിർവചിക്കുന്നുണ്ട്. അപ്പോൾ കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം. ഇപ്പോൾ എനിക്കത് വേണം, എനിക്കിത് വേണം എന്നുള്ള ആഗ്രഹങ്ങളോടുകൂടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് കാമ്യകർമ്മങ്ങൾ. അപ്പോൾ സകല കാമ്യകർമ്മങ്ങളെയും സന്യസിച്ച ആൾ സന്യാസി. കുറച്ചും കൂടി കടന്നു പറഞ്ഞാൽ തൻ്റെ പൂർണ്ണാത്മബോധത്തിൽ അഥവാ പൂർണ്ണതയിലേക്കുള്ള അന്വേഷണത്തിൽ, ആദ്യം പറഞ്ഞത് സിദ്ധനാണ്, രണ്ടാമത് പറഞ്ഞത് സാധകനാണ്. അപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കാം. തൻ്റെ പൂർണ്ണാത്മബോധത്തിൽ അല്ലെങ്കിൽ പൂർണ്ണതയിലേക്കുള്ള അന്വേഷണത്തിൽ എല്ലാ കർമ്മങ്ങളും അപ്രസക്തമായി തീരും. നിത്യകർമ്മങ്ങളും നൈമിത്തിക കർമ്മങ്ങളും ഒക്കെ അപ്രസക്തമായി തീരും. അങ്ങനെ കർമ്മങ്ങൾ അപ്രസക്തമായി സത്യാന്വേഷണത്തിൻ്റെ മാർഗത്തിൽ സ്വയം സമർപ്പിച്ചവനാണ് സന്യാസി. ഇതൊക്കെയാണ് സന്യാസി എന്നുള്ളതിനെ പറ്റി പറയുമ്പോൾ. സന്യാസം തന്നെ പലവിധമുണ്ട്, പല പ്രകാരത്തിലുള്ള സന്യാസമുണ്ട്. കുടീചക, ബഹൂദക, ഹംസ, പരമഹംസ, ഇനി മറ്റൊരു ക്രമത്തിൽ വിദ്വസന്യാസ, വിവിധിഷ സന്യാസ, അങ്ങനെയൊക്കെ സന്യാസങ്ങളുണ്ട്. ഏതായാലും സന്യാസി ശബ്ദത്തിൻ്റെ സാമാന്യ അർത്ഥം പറഞ്ഞു.